ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നഴ്സിംഗ് കണ്ടന്റ് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ കുറെ ഡൗട്ട്സ് ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിന് പറ്റാവുന്ന ഒരാളെ കൂടെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇന്റർവ്യൂ സെക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ വീട് മേടിക്കുന്നതിനെ കുറിച്ചുള്ള ഡൗട്ടുകളാണ്. ആർക്കൊക്കെ മേടിക്കാം, എപ്പോഴൊക്കെ മേടിക്കാം, എങ്ങനെ മേടിക്കാം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ കൂടെ എന്നുള്ളത് അഭിലാഷ്, ബാർഫൂഡ്സ് ആൻഡ് തോംസണില് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, മലയാളിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ചറിയാം. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്കൊരു ഇൻട്രോഡക്ഷൻ വെച്ച് അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പോ പേര് മെൻഷൻ ചെയ്ത പോലെ എൻ്റെ പേര് അഭിലാഷ്. ഇവിടെ പൊതുവെ അബി എന്നാണ് അറിയപ്പെടുന്നത്. 2017 ന്യൂസിലാൻഡിലേക്ക് വന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നെൽസണിലാണ് ആദ്യമായിട്ട് വരുന്നത്. അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് പലതരം ജോലികളും മെയിൻലി കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വളരെ റീസെൻ്റ്ലി ആണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കയറുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഓക്ലാൻഡിലെ ബാർഫുഡ് ആൻഡ് തോംസണിൽ പാർണൽ ബ്രാഞ്ചിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നൊരു മലയാളി എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്റെ ഒരു എയിമാണ് ഒരു വീട് മേടിക്കുന്നുള്ളത്. അപ്പൊ അത് എല്ലാവരുടെയും ഒരു എയിമാണ്. അപ്പൊ അവര് ഒരു വീട് മേടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്? ഓക്കെ, സോ ബേസിക്കലി വീട് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മോർഗേജ് അഡ്വൈസറിനെ സമീപിക്കുക എന്നുള്ളതാണ്. റീസൺ ബീയിങ്, അവർക്ക് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എല്ലാം വച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര വരെ ലെൻഡിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോട്ട് മൈൻഡിലുള്ളപ്പോൾ തന്നെ ഒരു മോർഗേജ് അഡ്വൈസറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഏൺ ചെയ്യുന്ന ഫിഗേഴ്സും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൊടുക്കുമ്പോഴത്തേനും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം എത്ര വരെ മോർഗേജ് കിട്ടുമെന്ന് അവർ പറയും. ഇൻ കേസ് നിങ്ങൾ അപ്പോൾ ചോദിക്കുന്ന ടൈമിൽ അതിന് എലിജിബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ഒരു 1 or 2 years നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ അഡ്വൈസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് അതിന് ചില അഡ്വൈസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആകും എന്നാണ്. അപ്പൊ അല്ലെങ്കിൽ പോലും പിന്നീട് ആകും എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മോർഗേജ് അഡ്വൈസറെ കാണുന്നുള്ളതാണ്. ഇപ്പൊ കറന്റ്ലി ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവർ ആദ്യം തന്നെ മാർക്കറ്റിൽ കാണുന്ന പ്രോപ്പർട്ടീസിനെ അവർ ആദ്യം പോയി കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി പ്രശ്നം പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണെന്ന് നിങ്ങൾ അറിയാതെ ആയിരിക്കും പോയി ഇതാക്കുന്നത്. അപ്പം ബേസിക്കലി അതൊരു ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേനും ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ പോലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം വേസ്റ്റിംഗ് ആയിരിക്കും. രണ്ട് പാർട്ടീസിനും അത് ടൈം വേസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീട് മേടിക്കണമെങ്കിൽ PR കിട്ടണം, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ട് അല്ലേ? അത് കറക്റ്റ് ആണ്. അതെ. ഓക്കെ, നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് May 2024. അപ്പോൾ ഈ ഒരു ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു നല്ല സമയമാണോ, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് വീട് മേടിക്കാൻ പറ്റി നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ കറന്റ്ലി ഓക്ലാൻഡ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇതൊരു ബയേഴ്സ് മാർക്കറ്റാണ്. വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു ടൈമാണ് ഇത്. കാരണം എന്ന് പറയുന്നത് ഒരു വീടിന്റെ നമ്മൾ പ്രൈസ് മെയിനായിട്ട് അടിസ്ഥാന വില എന്ന് പറയുന്നത് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രൈസ്, അത് കൗൺസിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആണ്. ആ പ്രൈസിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറഞ്ഞാണ് ഇപ്പോൾ പ്രോപ്പർട്ടീസ് മാർക്കറ്റിൽ നിന്ന് സെല്ലായി പോകുന്നത്. അപ്പോൾ ഇത് കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു ടൈം, ബേസിക്കലി ഒരു ഇയറിന്റെ ഒരു ഫസ്റ്റ് 2 quarters പൊതുവെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ടൈമാണ്. ഇനി നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇയർ എൻഡിലോട്ട് പോകുമ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും മനസ്സിലാവും ഒരുപാട് പ്രോപ്പർട്ടീസ് CVനെക്കാട്ടിലും പ്രൈസ് ഓവറായിട്ടായിരിക്കും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ ഓക്ലാൻഡ് പ്രോപ്പർട്ടി മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 million and above ആണ്. ഇത് മാർച്ചിലെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്, കാരണം ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അതിനൊരു 1 week ടൈമിലേ വരുള്ളൂ. അപ്പോൾ മാർച്ചിലെ അപ്ഡേറ്റ് അനുസരിച്ച് ബോത്ത് ആവറേജ് പ്രൈസും മീഡിയൻ പ്രൈസും 1 million above ആയിട്ടാണ് ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഇപ്പൊ ഓക്ലാൻഡ് ആണെങ്കിലും വേറെ സിറ്റി ആണെങ്കിലും അത് ഡിഫറൻസ് ഉണ്ട് അല്ലേ അതിനകത്ത്? കമ്പാരിറ്റീവ്ലി ന്യൂസിലാൻഡ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടിക്ക് പ്രൈസ് വരുന്നത് ഓക്ലാൻഡിൽ തന്നെയാണ്. ഓക്ലാൻഡ്, വെല്ലിംഗ്ടൺ, അങ്ങനെ നോർത്ത് ഐലൻഡിൽ പൊതുവെ പ്രൈസ് കൂടുതലാണ്. പക്ഷെ ഓക്ലാൻഡിൽ പ്രോപ്പർട്ടിക്ക് പ്രൈസ് കൂടുതലാണ്, അതുപോലെ തന്നെ റീസെല്ലിംഗ് വാല്യൂയും കൂടുതലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസറെ മീറ്റ് ചെയ്യുക എന്നുള്ളായിരുന്നു. അപ്പൊ എന്തായിരിക്കും അയാൾക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അയാളുടെ സജഷൻ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാനായിട്ട് പറ്റുമോ? ഓക്കെ, എനിക്ക് ഫിനാൻഷ്യൽ സൈഡിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കറന്റ്ലി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ 6 times ആയിരിക്കും മാക്സിമം നമുക്ക് ബാങ്കിൽ ലെൻഡ് ചെയ്യുന്നത്.
ഓക്കെ. അതായത് ഒരു 50,000 ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ 6 ടൈംസ് എന്ന് പറയുന്നത് ഒരു 300,000 അത്രയായിരിക്കും ബാങ്ക് നമുക്ക് ലെൻഡ് ചെയ്യുന്ന മാക്സിമം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കണ്ടീഷൻസ് വരുന്ന നിങ്ങളുടെ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളും അതും ഇതെല്ലാം അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഒരു മോർഗേജ് അഡ്വൈസറിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഈവൻ ദോ നിങ്ങൾക്ക് ഇപ്പം ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ നിങ്ങൾക്ക് വേറെ ലോൺ ഉണ്ടോ അല്ലെങ്കിൽ കാർ ലോൺസ് ഉണ്ടോ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതിനും ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു അഡ്വൈസറിനെ കണ്ടിട്ട് നിങ്ങൾ എവിടെയാണ് വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർ ആദ്യം നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള ജോബ് കോൺട്രാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പേ സ്ലിപ്പ് ആയിരിക്കും, നിങ്ങളുടെ എക്സ്പെൻസ് വരുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, നിങ്ങൾക്ക് എക്സ്പെൻസസ് പോകുന്ന ലോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഇതിന്റെയൊക്കെ ഇതെടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഒരു മോർഗേജ് അഡ്വൈസറിനെ കാണുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബാങ്കിന് ഡയറക്റ്റ് ആയിട്ട് പോയി കാണുന്നതിനെക്കാട്ടിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന് അറ്റ് എ ടൈം തന്നെ നിങ്ങൾക്ക് പല ബാങ്ക്സുമായിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ഒരേ സമയം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ബാങ്ക്സിൽ നിന്നുള്ള ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പല ക്രൈറ്റീരിയാസിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ഇതെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ വൺസ് നിങ്ങളൊരു മോർഗേജ് അഡ്വൈസറിനെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി യൂഷ്വലി ഇപ്പോൾ ഒരു 2 to 3 weeks ആണ് പ്രോസസ്സിങ്. നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്നത്. പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് നിങ്ങൾ ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിന് ബാങ്ക് ആദ്യം നിങ്ങൾക്ക് ഒരു കണ്ടീഷണൽ ഓഫർ തരുന്ന പോലെയാണ് പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു ഇത്ര ഡേയ്സ് പീരീഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട്. യൂഷ്വലി 90 days 60 to 90 days ആണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു പ്രോപ്പർട്ടി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കാണുക, പ്രീ അപ്രൂവൽ കിട്ടുക, ഒരു പ്രോപ്പർട്ടി പോയി കണ്ട് ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് മോർഗേജ് അഡ്വൈസറിന് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലോൺ ഫുള്ളി അപ്രൂവ് ആയി കിട്ടുന്നത്. അപ്പോൾ പ്രീ അപ്രൂവൽ ആദ്യം വാങ്ങുക, അത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസ് പോയി കാണുക. പ്രോപ്പർട്ടീസ് പോയി കണ്ടു കഴിഞ്ഞാൽ പ്രീ അപ്രൂവൽ ഉള്ള ആൾക്കാർക്ക് ഓഫേഴ്സ് ഇടാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം അവിടെ മുതലാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ഹെൽപ്പ് നമ്മള് സ്വീകരിക്കുന്നത്. അതെ, ഇതില് നമ്മുടെ റോള് വരുന്നത് മെയിൻ ആയിട്ടും ഇതിന് ലിസ്റ്റിംഗ് ഏജന്റ്സും ബൈയിങ് ഏജന്റ്സും ആയിട്ട് 2 കാറ്റഗറിയിലാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് ഉള്ളത്. അതായത് ഞാനിപ്പോ ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിസ്റ്റിംഗ് ഏജന്റ് ആണ്. പുറമേ നിന്നൊരു ബയർ ഒരു ബയറിനെ കൊണ്ടുവരുമ്പോൾ അതൊരു ബയേഴ്സ് ഏജന്റ് ആണ്. അപ്പോൾ ഇത് വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഒരു ബയേഴ്സ് ഏജന്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പ്രോപ്പർട്ടി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി അതിന്റെ മാർക്കറ്റിലെ ശരിക്കുള്ള വാല്യൂ എന്താണെന്നും അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന ഓഫർ അത് കറക്റ്റ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബയേഴ്സ് ഏജന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഓഫർ വെണ്ടർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇതിനിടയിൽ നിന്ന് നല്ലൊരു നെഗോഷ്യബിൾ ഫാക്ടർ ആവാൻ ബയേഴ്സ് ഏജന്റ് ഹെൽപ്പ് ആവാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഇപ്പം ബാങ്കിന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേന് ബാങ്ക്സ് കൂടുതൽ ലെൻഡ് ചെയ്യുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ നാട്ടിലേക്ക് സിറ്റുവേഷൻ പോലെ നമ്മുടെ വീടും കുറച്ച് സ്ഥലവും കൂടെ നമ്മുടെ ഇതിലായിട്ട് വരുന്നത്. അതല്ലാതെ പൊതുവെ ഈ ടൗൺ ഹൗസസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കുറച്ച് ടഫ് സിറ്റുവേഷൻ ആണ് അതൊക്കെ. പക്ഷെ അത് വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. ഫുള്ളി നമ്മുടെ പ്രിഫറൻസ് ആണ്. ഇപ്പം നമ്മൾ പൊതുവെ ഇന്ത്യൻസ് എസ്പെഷ്യലി മലയാളീസ് കുറച്ച് ലാൻഡ് ഉള്ള പ്രോപ്പർട്ടീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതല്ലാതെ അപ്പാർട്ട്മെന്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലാതെ ജസ്റ്റ് കപ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടൗൺ ഹൗസോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റോ ഒക്കെ വാങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. എപ്പോഴും ടു ബി ഓൺ ദ സേഫ് സൈഡ് വാങ്ങാൻ പറ്റുന്നത് ഫ്രീ ഹോൾഡ് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ തന്നെ ലാൻഡ് ആയിട്ട് കിട്ടുവാണ്. അതിൽ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻ കേസ് നാളെ നമുക്കൊരു ബെഡ്റൂം കൂടുതൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു ബാത്റൂം കൂടുതൽ ചെയ്യണം, നമുക്കൊരു ഔട്ട്ഡോർ ഡെക്ക് ചെയ്യണം, ഇതിനൊന്നും നമുക്ക് വേറെ ആരുടെ അപ്രൂവൽ വേണ്ട. നമുക്ക് കൗൺസിൽ കൺസെന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ നമുക്ക് അതിൽ ഡെവലപ്മെന്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പൊളിച്ച് മാറ്റാനുള്ള ഇതുണ്ട്. പക്ഷെ അതല്ലാതെ ഫ്രീ ഹോൾഡ് പോലെ തന്നെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒന്നാണ് ക്രോസ് ലീസ് എന്ന് പറയുന്നത്. ക്രോസ് ലീസ് എന്ന് പറയുന്ന 2 പേര് തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു ലാൻഡ് ആയിരിക്കും അത്. അപ്പൊ 2 പേർക്കും അതിനകത്ത് തുല്യ അവകാശം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും ലാൻഡ് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അപ്പുറത്തെ ഓണറിന്റെയും കൂടെ റിട്ടേൺ കൺസെന്റ് അതിൽ ആവശ്യമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബേസിക്കലി പറയുന്ന ഫ്രീ ഹോൾഡ് ലാൻഡ് തന്നെ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ക്രോസ് ലീസിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. കാരണം 2 പാർട്ടീസിനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ ടു ബി ഓൺ ദ സേഫ് സൈഡ് എപ്പോഴും റീസെല്ലിങ്ങിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നതും ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു മോർഗേജ് അഡ്വൈസറെ കണ്ടു, നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടു, നമുക്കത് ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് സെല്ലിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ളത്? ഇപ്പൊ ബേസിക്കലി മാർക്കറ്റിൽ കൂടുതലും പ്രോപ്പർട്ടീസ് സെല് ചെയ്യുന്നത് പ്രൈസ് ബൈ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് മെത്തേഡിലാണ്. അതല്ലാതെ ഓപ്ഷൻ പ്രോസസ്സിലും സെല് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ഓപ്ഷൻ പ്രോസസ്സിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം
അവർക്ക് ഓപ്ഷനിൽ എപ്പോഴും പ്രൈസ് കൂടുതലിനാണ് വിറ്റ് പോകുന്നൊരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ റൂമിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കുറച്ച് ടഫ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഫസ്റ്റ് ടൈം ഹോം ബൈയിങ് സിറ്റുവേഷൻ പോകുന്നത് പ്രൈസ് ബൈ നെഗോസിയേഷൻ ആണ്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ അത് നമുക്ക് എത്രയായിരിക്കും ആ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ എന്നുള്ളത് നമ്മുടെ മൈൻഡ് അനുസരിച്ച് നമ്മളൊരു ഓഫർ ഇടുന്നു. ആ ഓഫർ ആ ഏജന്റ് വീടിന്റെ ഓണറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. അവർക്കത് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഓഫർ ഡിക്ലൈൻ ചെയ്യും. നമുക്ക് നമ്മൾ ഇട്ട ഓഫറിനെക്കാട്ടിലും വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫർ നമുക്കൊരു നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെ. അപ്പം ഇതിനിടയിലാണ് ഒരു ബയേഴ്സ് ഏജന്റ് ഹെൽപ്പ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടി വരുന്നത്. ഇപ്പം ഒരു നമുക്ക് ഒരു ബയേഴ്സ് ഏജന്റ് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എത്രയാണ് ഒരു നല്ല ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് എത്ര വയ്ക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു നല്ലൊരു അഡ്വൈസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നെഗോസിയേഷൻ ഒരു പ്രൈസ് ഓഫർ ചെയ്യുന്നതിന് മുന്നേ പല ബയേഴ്സിനും അവരുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. അവരിടുന്ന ഓഫർ എത്ര ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഇനി ഇൻ കേസ് അത് വലുതാണെങ്കിൽ അവരുടെ അത്രയും പൈസ കൂടെ പോവില്ല എന്നൊരു തോട്ട് ഉണ്ടാവും. പക്ഷെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൾക്കാർ ബിഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ലെവലിൽ മാത്രം ബിഡ് ചെയ്താൽ മതി. അതിന് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ റൂമിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഓപ്ഷന് ബേസിക്കലി മറ്റ് ഏജൻസികളെ പോലെ ബാർഫൂട്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷന് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ റൂമിൽ വരിക, ബാക്കിയെല്ലാം നമുക്ക് വിട്ടു തരിക. നമ്മൾ നിങ്ങളുടെ സൈഡിൽ തന്നെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് നിങ്ങളെ കൂടെ ഇരുന്ന് ബിഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആയിട്ടാണ്? ഇത് ഓഫ്ലൈൻ ആയിട്ടാണ്. ഓൺലൈൻ നിങ്ങൾക്ക് ബിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബിഡ് ചെയ്യാം, ഫോൺ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന അവിടെ വരാനാണ്. ഇപ്പോൾ ഓപ്ഷൻ റൂമിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 1 million വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി ഒരു 950 വരെ ഓപ്ഷന് ബിഡ് പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് 950 വരെ സ്പെൻഡ് ചെയ്യാനേ താല്പര്യമുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഓപ്ഷനിയർ ഡയറക്റ്റ് ആയിട്ട് സെല്ലറും അവിടെ പ്രസന്റ് ആയിരിക്കും. അവരുടെ അടുത്ത് പോയി അവരുടെ ഇടയിൽ ഒരു നെഗോഷിയേറ്റിംഗ് ചെയ്യാൻ നോക്കും. അപ്പം ഓപ്ഷൻ എപ്പോഴും നല്ലൊരു മെത്തേഡാണ്. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡിൽ ആ ഒരു പേടി മാറ്റി വെച്ച് ഓപ്ഷൻ റൂമിലേക്ക് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് യു വിൽ ഗെറ്റ് എ ഗ്രേറ്റ് ഡീൽ. ഈ ഫസ്റ്റ് ഹോം ബയേഴ്സ് അതല്ലെങ്കിൽ സെക്കൻഡ് ഹോം ബയേഴ്സ്, അതെന്താണ് ആ ഒരു ഡിഫറൻസ്? മാത്രമല്ല ഈ ഫസ്റ്റ് ഹോം ബയേഴ്സ് ഇച്ചിരി ടഫാണ് അങ്ങനെ കേൾക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണോ? ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് എന്ന് പറയുന്നത് ബാങ്കിന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് നോർമലി ഇപ്പം ഓൾറെഡി ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് കുറവായിരിക്കും. അതായത് നോർമലി ഒരു 20% ഒക്കെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനാണെന്നുണ്ടെങ്കിൽ 5% മുതൽ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ 1 million റേഞ്ചിൽ നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോഴത്തേനും അതിന്റെ 20% എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം 200,000 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു 5% ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പല ബാങ്കിൽ നമ്മൾ മോർഗേജ് ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ആ ബാങ്കിന്റെ ഫസ്റ്റ് ടൈം ഹോം ബൈയിങ് ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റിൽ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന്റെ ഒരു എന്ന് പറയുന്നത്. അപ്പോൾ കറന്റ്ലി ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവര് രണ്ടുപേര് പ്രോപ്പർട്ടി വാങ്ങാൻ, ഒരു ഫാമിലി പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്ന ആൾക്കാർ രണ്ടുപേർക്കും ഫസ്റ്റ് ടൈം ഹോം ബൈയിങ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി ഹസ്ബൻഡ് വൈഫിന്റെ പേരിൽ മാത്രം വാങ്ങിയിട്ട് പിന്നെ ഒരു 2-3 years കഴിയുമ്പോഴത്തേനും മറ്റേ ആളുടെ പേരിലും, അതായത് രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടോട്ടലി ഡിപ്പെൻഡ്സ്. ഇപ്പം ഒരാൾക്ക് അത്രയും നല്ല ഹൈ ഏർണിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേരിൽ മാത്രം തന്നെ നമുക്ക് മോർഗേജ് ഇട്ട് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇവിടെ ഫ്ലഡ് ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ ഇനിയും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്? ഓക്കെ, അപ്പം ബേസിക്കലി ഫ്ലഡിങ് സോൺസ് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ. അപ്പം പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേന് അതിന്റെ നമ്മുടെ നാട്ടിലെ ഒരു പ്രോപ്പർട്ടിയുടെ ആധാരം എന്ന് പറയുന്ന പോലെ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിലും ലിം റിപ്പോർട്ട് എന്ന് പറയും, ഇതാണ് വരുന്നത്. അപ്പോൾ ലിം റിപ്പോർട്ടിനകത്ത് പൊതുവെ അത് മെൻഷൻ ചെയ്തിരിക്കും അതൊരു ഫ്ലഡിങ് സോണിലുള്ള പ്രോപ്പർട്ടി ആണോ എന്ന്. ഇപ്പോൾ ഓക്ലാൻഡിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫ്ലഡിങ് കഴിഞ്ഞിട്ട് ഒരുപാട് സബർബ്സും കൂടെ ഫ്ലഡിങ് സോണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി നോക്കുമ്പോഴത്തേന് മിക്കവാറും പ്രോപ്പർട്ടീസ് ഫ്ലഡിങ് സോണിലൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ അതിൽ ഫ്ലഡിൽ എഫക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ കഴിഞ്ഞ ഫ്ലഡിങ്ങിൽ തന്നെ വെള്ളം കയറിയിട്ടുള്ള വീടുകളിൽ അവർ കൗൺസിൽ വന്ന് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏജന്റിനോട് ചോദിക്കാം ഫ്ലഡിങ്ങിൽ ഇത് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഫ്ലഡിൽ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ എങ്ങനെ ഫിക്സ് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ ബേസിക്കലി നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും
ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ബിൽഡറിന്റെ എന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിന്റെ എന്നുള്ള ഒരു റിപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ ചെയ്യുന്നത് വൺസ് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടറിനെ കൊണ്ടുവരിക. അവർ പ്രോപ്പർട്ടിയിൽ വന്ന് അതിന്റെ എല്ലാ സൈഡും നോക്കിയിട്ട് എന്തൊക്കെയാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന് അവർ നിങ്ങളുടെ അടുത്ത് അപ്പം തന്നെ പറയും. അപ്പോൾ മെയിൻലി ഫ്ലഡിങ്ങിൽ അഫക്റ്റ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇതെല്ലാം അവർക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവും. അത് വെച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കൂടുതലും ഇപ്പോ സെൻട്രൽ ഓക്ലൻഡ് റിലേറ്റഡ് ഏരിയാസിലാണ്, അല്ലെങ്കിൽ വെസ്റ്റ് സെൻട്രൽ ആ ഏരിയാസ് ആണ് ഓക്ലൻഡിൽ കഴിഞ്ഞ തവണ ഫ്ലഡിങ് അഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കാൻ പോകുമ്പോഴത്തേനും അതിന്റെ പൊസിഷൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളത്. കാരണം വെസ്റ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേനും ഒരുപാട് പ്രോപ്പർട്ടീസ് റോഡ് ലെവലിൽ നിന്ന് താഴേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അത് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓക്ലൻഡ് കൗൺസിലിന്റെ തന്നെ ജിയോ മാപ്പ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുവഴി നമ്മൾ നോക്കുമ്പോഴത്തേനും ഫ്ലഡിംഗ് സോൺ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഇതിന് ഇൻഷുറൻസ് അങ്ങനെ ഇല്ലേ? ഇൻഷുറൻസ് ഉണ്ട്. നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കുമ്പോഴത്തേനും, പ്രത്യേകിച്ച് മോർഗേജ് നമ്മൾ എടുക്കുമ്പോഴത്തേനും, അത് നമ്മളൊരു കാർ വാങ്ങുമ്പോഴത്തേനും ഫിനാൻസിനായിട്ട് നമ്മൾ വാങ്ങുന്നെങ്കിൽ നമുക്ക് അതിന് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് നമ്മൾ എടുത്തേ പറ്റൂ എന്നുള്ള പറയുന്ന പോലെ നമ്മൾ മോർഗേജിന് എടുക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ ഫുള്ളി ഇൻഷുർഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള നാച്ചുറൽ ഇവന്റ്സിലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യുന്നത് ഇൻഷുറൻസ് തന്നെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഫ്ലഡിങ് ഇതിൽ ഇഷ്യൂ വന്ന പ്രോപ്പർട്ടീസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസ് തന്നെയാണ്. അതെല്ലാം അവർ ഫുള്ളി കവർ ചെയ്യും. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി ബിൽഡിംഗ് ഇൻസ്പെക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇൻസ്പെക്ടറെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്നൊരു സോളിസിറ്ററും ഉണ്ടാവും, അതായത് ഒരു പ്രോപ്പർട്ടി ലോയറും ഉണ്ടാവും. അവരായിരിക്കും ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിയിട്ട് ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വെരിഫൈ ചെയ്ത് നമുക്ക് തരുന്നു. ഒരു വീട് മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വീട് എന്നതിലപ്പുറം പലരും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ ആദ്യം ഒരു വീട് മേടിച്ചു കഴിഞ്ഞ്, പ്രത്യേകിച്ച് മലയാളികൾ പിന്നീട് മേടിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലായിരിക്കും. അപ്പൊ അതിന്റെ ചാൻസ് എത്രത്തോളം ഉണ്ട്? അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ബേസിക്കലി ഇപ്പൊ എല്ലാവരും, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എല്ലാവരും ചെയ്യാവുന്ന ഒരു ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. അതിപ്പം നമ്മളൊക്കെ ന്യൂസിലാൻഡിൽ വരുന്നതിന് 10-20 കൊല്ലം മുന്നേ വരെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ലാഡറിൽ കയറുക എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ആദ്യം വരുമ്പോൾ തന്നെ ഒരു 1 or 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ചെറിയൊരു വീടോ വാങ്ങുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ ഇതിലൊരു നമ്മൾ പറയുന്നൊരു ഗോൾഡൻ സെന്റൻസ് തന്നെ, നമുക്ക് ഒരു റോഡിലെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉള്ള പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ട്രാഷ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആദ്യം വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാലും, കാരണം ഇവിടെ നമ്മുടെ നാട്ടില് സ്വർണത്തിന്റെ വാല്യൂ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് ന്യൂസിലാൻഡിൽ ലാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വാങ്ങിയിട്ടാലും അതൊരു ഇൻവെസ്റ്റ്മെന്റ്. പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഓക്ലൻഡ് സിറ്റി ബേസ് ചെയ്തിട്ട് ഒരുപാട് യൂണിറ്റ്സ്, സ്റ്റുഡിയോ യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ കുറഞ്ഞു കിട്ടുന്നതാണ്. യൂണിറ്റ്സ് പൊതുവെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഒരു സെർട്ടൻ എമൗണ്ടിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട് ലീസിന് എടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വളരെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതിൽ നിന്ന്. ഈവൻ ദോ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് റെന്റൽ പ്രൈസസ് വെച്ചിട്ട് നമ്മളത് റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും, അതല്ല ഒരുപാട് ആൾക്കാർ എയർബിഎൻപിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം തിരിച്ചു കിട്ടുന്ന പ്രോഫിറ്റ് ഈൽഡ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് മിക്കവാറും ആൾക്കാർ പ്രോപ്പർട്ടി സൈഡിലേക്ക് കയറുന്നത്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് റെന്റിനാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നും ചിലപ്പോ ഇത് കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണ്. കാരണം ഇപ്പൊ ഒരു മോർഗേജ് ലെവലിലോട്ട് വരുമ്പോഴത്തേനും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ട്. അപ്പോ അവിടെ എന്ത് അഡ്വൈസാ കൊടുക്കാനുള്ളത്? ഏതാണ് കുറച്ചുകൂടെ നല്ലത്? ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു വീട് മേടിക്കുന്നതാണോ നല്ലത്, അതോ നമ്മളിപ്പോ കഴിയുന്നത്ര മാക്സിമം ഈ റെന്റിൽ അങ്ങനെ പോവാം, അങ്ങനെ ചിന്തിക്കുന്നതാണോ നല്ലത്? ഓക്കെ, ഇതിന് 2 ഫേസ് ഉണ്ട്. ടോട്ടലി നമ്മൾ ഒരാളുടെടുത്തും ഇതിനെ ഫോഴ്സ്ഫുള്ളി നമ്മളൊരു വീട് വാങ്ങണം എന്നുള്ളൊരു ഇത് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അതൊരു 100% പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നിഷ പറഞ്ഞ പോലെ ഇപ്പൊ കറന്റ്ലി റെന്റ് ചെയ്യുവാണ് പ്രോപ്പർട്ടി. ഇപ്പം സപ്പോസ് ഇപ്പം ഇവിടെ ഓക്ലൻഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 പിള്ളേരൊക്കെ ആയിട്ട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ആവറേജ് റെന്റൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 500 to 600 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഓൾ ഓവർ ഓക്ലൻഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 500 പെർ വീക്ക് റെന്റ് കൊടുക്കുന്ന ഒരാൾക്ക് ഒരു വർഷം അവർ ഏകദേശം 25,000 മുകളിൽ റെന്റിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു 10 year സ്പാനിൽ നോക്കുമ്പോഴത്തേനും ഒരു 250,000 മുകളിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി ഇവിടെ നമുക്ക് എന്താണ് മോർഗേജിന്റെ ഒരു ലെൻഡിങ് പീരീഡ് എന്ന് പറയുന്നത് 30 years പീരീഡ് ആണ്. അപ്പോൾ 30 years പീരീഡിൽ നോക്കുമ്പോഴത്തേനും ഒരു $750,000 അടുപ്പിച്ച് നമ്മൾ റെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ റെന്റ് കൊടുത്ത അത്രയും പൈസ
ഇപ്പൊ നമ്മളൊരു ഇയർലി സ്പെൻഡ് ചെയ്യുന്ന ഒരു 25,000-ന്റെ 1% പോലും നമുക്ക് റിട്ടേണബിൾ അല്ല. നമുക്ക് അതിന് തിരിച്ച് yield ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു 10 ഇയേഴ്സോ 20 ഇയേഴ്സോ കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേണ്ട കൂടുതൽ പ്രൈസ് അല്ല, ഇത് എന്തായാലും കുറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്ലൻഡിന്റെ ഏത് പാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 2015 ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ ഒരു 7 കൊല്ലം മുമ്പേ വാങ്ങിയ പ്രോപ്പർട്ടീസിന് ഇപ്പൊ എങ്ങനെ പോയാലും $400,000 to $500,000 വാല്യൂ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഇത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓക്ലൻഡ് കൗൺസിലിന്റെ ക്യാപിറ്റൽ വാല്യൂ ഓരോ പ്രോപ്പർട്ടിയുടെയും ഓരോ 4 വർഷം കൂടുമ്പോഴത്തേനും ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പം സോറി, ഓരോ 3 വർഷം കൂടുമ്പോഴത്തേനും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ആയത് 2021 ജൂണിലാണ്. അപ്പോൾ ഇതിപ്പം അടുത്ത മാസം ആകുമ്പോഴത്തേനും ഓരോ പ്രോപ്പർട്ടീസിന്റെ പ്രൈസ് വീണ്ടും അപ്ഡേറ്റ് ആവും. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഓരോ വർഷത്തെ അപ്ഡേഷനിലും പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ, ഇത് കുറയുന്നില്ല. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. ഇനിയിപ്പം നാളെ ഒരു മേ ബി ഒരു നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാനാണ് തോന്നുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പ്രോപ്പർട്ടി ഇത് സെല്ല് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 40 to 50% എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഇനി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ സപ്പോസ് ഇപ്പൊ നിങ്ങൾ പാപ്പിറ്റോയിലാണ് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു റെയിൽവേ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്കൂൾ വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ആ പ്രൈസ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കൂടെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള CV പ്രൈസ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ പേഴ്സണലി എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് റെന്റ് നമ്മൾ ചെയ്ത് അതിന് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് റെന്റൽസിന് നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരാളുടെ മോർഗേജ് നമ്മൾ പേ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മൾ റെന്റ് പേ ചെയ്ത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കാട്ടിലും ഓഫ് കോഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ റെന്റ് കൊടുക്കുന്ന അതേ എമൗണ്ട് തന്നെ ആയിരിക്കില്ല മോർഗേജിന് വരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് എന്തായാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇപ്പൊ ഈ മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എങ്ങനെയാണ്? അതായത് എവിടെയാണ് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഏത് റീജിയനിലാണ്, അതുപോലെ തന്നെ എത്ര മാത്രമാണ് അവരുടെ റേഞ്ച്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പോ കമ്പാരിറ്റീവ് ടു ഞാനും ഈ ഒരു ഫീൽഡിൽ പുതിയതാണ്, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പോ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞൊരു 2021 റെസിഡന്റ് വിസ കിട്ടിയ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് എസ്പെഷ്യലി കൂടുതലും ഹെൽത്ത് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാനും അതിനകത്ത് വരുന്നതാണ് 2021 റെസിഡന്റ് വിസ കിട്ടിയ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാവരും ഇപ്പം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ കാണുന്നുണ്ട് മാർക്കറ്റിൽ. കൂടുതലും മലയാളീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീ ഹോൾഡ് ലാൻഡ് ആയിട്ട് ഒരു നല്ലൊരു ലാൻഡും വീടും ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് കാണുന്നത്. കൂടുതൽ സൗത്ത് ഓക്ലൻഡ് ആണ് അവരിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്ത്യൻ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ നമ്മുടെ മണുക്കാവ് മുതൽ അങ്ങോട്ട്, അതായത് മണുക്കാവ് മനുരുവ ഏരിയാസിലൊക്കെ ഇപ്പം ഒരുപാട് മലയാളീസ് പ്രോപ്പർട്ടീസ് വാങ്ങുന്നുണ്ട്. ഫ്ലാറ്റ് ബുഷ് ടക്കിനീനി ഏരിയാസിൽ ഒരുപാട് ഇന്ത്യൻ പോപ്പുലേഷൻസ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾസിലും അതുപോലെ കൂടുതലും ഇന്ത്യൻ അതായത് കൂടെ പഠിക്കാനും അവരുടെ കുട്ടികളുടെ കൂടെ പഠിക്കാൻ ഇന്ത്യൻ അതെ. അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോഴത്തേനും അതിന് എന്തായാലും ഒരു സ്കൂൾ സോൺ ഉണ്ടാവും. എന്തായാലും ആ പ്രോപ്പർട്ടി ഒരു സ്കൂൾ സോണിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ബേസിക്കലി ഇന്ത്യൻ പാരന്റ്സ് പിള്ളേരുടെ സ്റ്റഡീസിൽ കുറച്ച് കൂടുതൽ കൺസേൺഡ് ആയതുകൊണ്ട് അവർ സ്കൂളിംഗ് ആ ഒരു ഇതും കൂടെ നോക്കുന്നുണ്ട്. കൂടുതലും സൗത്ത് ഓക്ലൻഡിലാണ് ആൾക്കാർ എസ്പെഷ്യലി ഇന്ത്യൻസ് പ്രത്യേകിച്ച് മലയാളീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഈസ്റ്റിലും വെസ്റ്റിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വെസ്റ്റിൽ ആ ഒരു ഫ്ലഡിങ് സിനാരിയോ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രിഫറൻസ് കുറവാണ്. പക്ഷെ എന്നാലും സൗത്ത് ആൻഡ് ഈസ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. നോർത്ത് ഷോർ കുറച്ച് പ്രൈസ് കൂടിയ ഒരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ബേസിക്കലി സൗത്ത് ഓക്ലൻഡിൽ നോക്കുമ്പോഴത്തേനും കൂടുതൽ പ്രോപ്പർട്ടീസ് ഒരു 800 to 900 ആ ഒരു റേഞ്ച് ആണ്. ഒരു 3 ബെഡ്റൂം ഒരു സാദൃശ്യം മോശമില്ലാത്തൊരു പ്രോപ്പർട്ടിക്ക് വരുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി സൗത്ത് ഓക്ലൻഡിലോട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പുതിയ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതില് അണ്ടർലൈങ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഫ്ലാറ്റ് ബുഷ് ടക്കിനീനി ഏരിയാസിലൊക്കെ പുതുതായിട്ട് ബിൽഡ് ചെയ്യുന്ന ടൗൺ ഹൗസസ് ഒക്കെ തന്നെ 10 വർഷത്തെ മാസ്റ്റർ ബിൽഡിങ്ങോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 10 വർഷത്തെ ആ ഒരു പീരീഡിൽ പ്രോപ്പർട്ടിയിൽ സ്ട്രക്ചറൽ ബേസിലോ അല്ലെങ്കിൽ മെക്കാനിക് ബേസിലോ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിൽ കവർ ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പം നിങ്ങളുടെ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി കഴിയുമ്പോഴത്തേനും അതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നിൽക്കാനുള്ള ഓപ്ഷൻസ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത്.
എനിക്ക് ഉറപ്പാണ് അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ അവസാനിക്കില്ല ഈ ഡൗട്ട്സ്. കാരണം ഇത് മേടിക്കാൻ പോകുന്ന ഒരു ഡൗട്ട്സ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഒത്തിരി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ നമ്പർ ഒന്ന് താഴെ കൊടുക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ബേസിക്കലി എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് വേറൊരു നാട്ടിൽ നിന്ന് ഇത്രയും മാറി വേറൊരു കൺട്രിയിൽ ഒന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ട് ആ ഒരു നമ്മൾ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നതിന്റെ നല്ലൊരു പെർസെൻറ്റേജ് പലർക്കും വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാതെ മാക്സിമം നമ്മൾ തന്നെ, അത് ഇത്ര ചെറിയ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 600 മുതലുള്ള ഓപ്ഷൻസ്, ഒരു നല്ല പുതിയ ടൗൺ ഹൗസസ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ തന്നെ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് ഒരു ഹെൽപ്പായിട്ട് നമുക്ക് കൂടെ നിന്ന് മാക്സിമം അഡ്വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓക്ലൻഡ് മാർക്കറ്റിലുള്ള നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിഷ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ഒത്തിരി സന്തോഷം, കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്തതിലും കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞത് ഇതിനകത്ത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.